ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ടീ പാർട്ടി വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇത് വലിയ പാർട്ടിയൊന്നുമല്ല. എൻ്റെ വീട്ടിൽ വിരുന്നാർ വിളിച്ച് വരുമെന്ന് വിളിച്ച് പറഞ്ഞ നേരം ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കാം. ഒരു ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി, വൈകുന്നേരം ചായക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. ഇപ്പോൾ ഉംറക്കെല്ലാം പോകുന്ന സീസണല്ലേ, അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പം ഉംറയ്ക്ക് യാത്ര പറയാനെല്ലാം വരൂലേ. അപ്പോൾ അവർ ഉച്ചയ്ക്ക് തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പം ഞാൻ വിചാരിച്ചു വേഗം എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. ഇങ്ങനെ ഇതാ കിച്ചണിലേക്ക് വന്നതാണ്. ഞാനില്ലേ ചിക്കന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കഴുകി ക്ലീനാക്കി വെച്ച ചിക്കൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് വേഗം വെള്ളത്തിലിട്ടിട്ട് ഞാനിതാ ആ ഒരു ബ്രസ്റ്റ് പീസ് മാത്രം എടുത്തിട്ട് കട്ടാക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാല പൗഡർ, സോയാ സോസ്, ഉപ്പ് എല്ലാം 1/2 ടീസ്പൂൺ വീതം മതി കേട്ടോ. എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 2 സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ. എന്നിട്ടില്ലേ സോയ സോസ് എന്തായാലും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടില്ലേ നല്ലോണം വേവിച്ചെടുക്കുക. കുക്കറിലാണെന്ന് ഇടുന്നുണ്ടെങ്കിൽ 2 വിസിൽ മതി. ഞാനിപ്പം കുക്കറിലെല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വേവിക്കാൻ വെക്കലാണ്. ഈ ചിക്കൻ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ടും ചെയ്തെടുക്കുക. പക്ഷേ ഇല്ലേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വേവിച്ച് ചെയ്യുന്നതാണ്, ആ ഒരു നാടൻ ടച്ച് കിട്ടാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇത് ആ സ്നാക്കിലേക്കുള്ള അരിയില്ലേ ഞാൻ പച്ചരി 1.5 കപ്പ് പച്ചരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിനി. കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ചൂടുവെള്ളത്തിലാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂറോളം കുതിർത്ത് വെക്കാം. 1.5 കപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വലിയ ജീരകം ഫെനൽ സീഡില്ലേ അത് പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ക്യുമിൻ സീഡ് ഉണ്ടാവില്ലേ അത് പൊടിച്ചത് കുറച്ച് മാത്രം, പൊടിയല്ലെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം 1/2 മുറി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ഉള്ളി, പിന്നെ കറിവേപ്പിലയും പച്ചമുളകും വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഐറ്റംസ് എല്ലാം കണ്ടുവരാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് സ്നാക്കാണ് ഉണ്ടാക്കുന്നതെന്ന്. അതേ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണ്. നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ നമ്മൾ എന്തുണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ചെമ്മീൻ ഉണ്ടാകുന്നതെന്ന് പറയാം. ഇത് ചിക്കൻ വെച്ചിട്ടും മീൻ വെച്ചിട്ടും ചെമ്മീൻ വെച്ചിട്ടും കല്ലുമ്മക്കായ് വെച്ചിട്ടും എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പം ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പൊതുവേ നമ്മൾ കണ്ണൂർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാക്കൽ ചെമ്മീൻ വെച്ചിട്ടാണ്. ഞാനിപ്പോൾ അതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിപ്പോടെ തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളിൽ സാധാ ഒരു നൈസ് പത്തിരിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പുഴുങ്ങലരി വേണം. ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി വേണം കുതിർത്ത് വെക്കാൻ വേണ്ടിക്ക്. ഞാനിപ്പം നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ പത്തിരിപ്പൊടി പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാവുന്ന പത്തിരിപ്പൊടി ആയതുകൊണ്ടാണ് പച്ചരി വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ടില്ലേ എല്ലാം കൂടി കുഴച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മസാല ഉണ്ടാക്കാനുള്ള ഉള്ളി ഒന്ന് തൊലിയാളനെ എടുക്കലാണ്. 3 ഉള്ളി എടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക്, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, 1.5 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, ചെറുനാരങ്ങ, മല്ലിയില, കറിവേപ്പില. പിന്നെ കഴിഞ്ഞ എൻ്റെ കിച്ചൺ ടൂർ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻസ് കണ്ടിട്ടുണ്ടായിന്. അതുപോലെ തന്നെയല്ലേ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി ആ ഒരു വിറകടുപ്പ് എന്താ ചെയ്ത് പൊട്ടിച്ചോ, അതെന്താ കാണുന്നില്ലല്ലോ എന്നല്ല. ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ. അതുപോലെ തന്നെയല്ലേ പാല് കാച്ചൽ നമ്മൾ വിശ്വാസത്തിലൊന്നും ഇല്ല, എന്നാലും ആ കിച്ചണിലെ പുതിയ നമ്മൾ പാല് കാച്ചൽ എന്ന് പറയും. പക്ഷേ പുതിയ കിച്ചണിലേക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കാം കേട്ടോ. അതിന് മുമ്പേ ഞാൻ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെയല്ലേ ഗൾഫിലും നാട്ടിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ കുറഞ്ഞ ഫീസിൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ വേണമെന്ന് ഉണ്ടാവുമെന്നെല്ലാം കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. ചില ട്യൂഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ആക്കുമ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റൂല, അതുപോലെ തന്നെ കുറഞ്ഞ ഫീസിലുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പം ദീപാവലി സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആൽബ ലേണിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറഞ്ഞ ഫീസിൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ നൽകുന്ന ഒരു സ്ഥാപനമാണ് ആൽബ ലേണിംഗ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഷെയർ ആക്കിയിട്ടുണ്ട്. അതിനുമുമ്പായിട്ടില്ലേ ഞാൻ മസാലയിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളെല്ലാം കട്ടാക്കിയിട്ട് കുറച്ച് ഓയിൽ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ടാക്കിയ 3 ഉള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടില്ലോ ഒന്ന് വഴറ്റിയെടുക്കലാണ്.
അപ്പം ഇല്ലേ നമ്മുടെ ട്യൂഷൻ്റെ കാര്യത്തിലേക്ക് വരാം. KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ആൽബ ലേണിംഗ് ഇൻഡിവിജ്വൽ ട്യൂഷൻ കൊടുക്കുന്നത്. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലായിരിക്കും ഇവർ ഗ്രൂപ്പ് ട്യൂഷനും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ടും ഉണ്ട്. അപ്പം ഇല്ലേ ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ട്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ക്ലാസ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ പഠനത്തിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാനും ചാൻസ് കൂടുതലല്ലേ. കുറഞ്ഞ ഫീസിൽ മികച്ച അധ്യാപകരുടെ ക്ലാസ്സിലായിരിക്കും കുട്ടികൾക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോ. ഫീസിൽ 50% ഡിസ്കൗണ്ട് കൊടുക്കും കേട്ടോ. ഡിസ്കൗണ്ട് ഉണ്ട്. ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലും ഗൾഫിലും നിങ്ങൾ എവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഈ ഒരു ചാൻസ് മിസ്സാക്കണ്ട. ദീപാവലിൻ്റെ ഓഫർ പാക്കേജാണ് ഇവർ കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്തു വെക്കാം കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, ചിക്കൻ ഉണ്ടയിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിക്ക് ഉള്ളി വഴറ്റാൻ ഇട്ട് കൊടുത്തിട്ടില്ലേ. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനൊരു 10 അല്ലെങ്കിലും വെളുത്തുള്ളി 1.5 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി അത്ര മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പുഡിങ് റെഡിയാക്കി എടുക്കലാണ്. ഈ ഒരു പുഡിങ്ങില്ലേ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും ഞാൻ 2 കപ്പിൻ്റെ അളവ് ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2 കപ്പ് പാലിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടില്ലേ ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടിയിൽ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വേണം വെള്ളത്തിലോ പാലിലോ ഇളം ചൂടുള്ള പാലിലോ മിക്സ് ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നല്ലോണം തിളപ്പിച്ചെടുക്കുക. നല്ലോണം 2-3 പ്രാവശ്യം തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ഷുഗർ കാരമൽ റെഡിയാക്കി എടുക്കലാണ്. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾ 2 കപ്പ് എന്താ പറയുക പാലിലാന്ന് ചെയ്തെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര കറക്റ്റ് അളവാണ്. പിന്നെ മധുരം അധികം വേണ്ടാന്നുള്ളവർ 1/2 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനില്ലേ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കലാണ്. നല്ല ചൂട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഇതുപോലെ കുറച്ച് സമയം ഇട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. അപ്പോഴേക്കും നമ്മുടെ ഷുഗർ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ട, പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ട് വരും. മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതാ തിളച്ച് വന്ന പാലിലേക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുട്ട വെച്ചിട്ടുള്ളത് ഞാൻ 2 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന് മാഷാഅല്ലാഹ് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ മുട്ട ഇല്ലാണ്ട് എങ്ങനെയാണ് പുഡിങ് ഉണ്ടാക്കാമെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഇതാ നമ്മൾ ചൈന ഗ്രാസ് മൊത്തത്തിൽ മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടില്ലേ ഈ ഒരു ഷുഗർ കാരമലില്ലേ അതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് വേണം ഇതുപോലെ പാൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിക്ക്, ഇല്ലെങ്കിൽ മൊത്തത്തിൽ തെറിക്കും കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടില്ലേ എല്ലാം കൂടി മിക്സാക്കി എടുക്കാം. തീ ഒന്ന് ഓണാക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കാൻ വേണ്ടിക്ക്. എല്ലാം കൂടി നല്ലോണം മിക്സായിട്ട് വരും. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട്. അപ്പം ആദ്യം നമ്മൾ പാലൊഴിച്ച് കൊടുക്കുമ്പം ചെറുതായിട്ട് കട്ടകൾ കിട്ടിയോതിരി ഉണ്ടാവും മൊത്തത്തിൽ. പക്ഷേ ഇല്ലേ ഇത് മിക്സാക്കി വരുമ്പം ആ ചൂടിൽ അതെല്ലാം മെൽറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു തിള വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ടില്ലേ ഇതിലേക്കില്ലേ വേണമെന്നുണ്ടെങ്കിൽ മാത്രം, ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്ക പൊടിക്ക് പകരം വാനില എസൻസ് ആയാലും മതി കേട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് ഇതെല്ലാം മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഏറ്റവും ചിലവ് കുറഞ്ഞ പുഡിങ്ങാന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് പുഡിംഗ് റെസിപ്പീസും പാർട്ടി വ്ളോഗെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് എൻ്റെ ചാനൽ ഏറ്റവും കൂടുതലുള്ളത് പാർട്ടി വ്ളോഗും പുഡിംഗ് റെസിപ്പീസും തന്നെയാണ്. അപ്പം വേണമെന്നുള്ളവർ സെർച്ച് ചെയ്തോട്ടെ, ഇർഫാന ഷംഷീർ പാർട്ടി വ്ളോഗെന്നോ അല്ലാന്നുണ്ടെങ്കിൽ പുഡിംഗ് റെസിപ്പീസെന്നോ എല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം മുട്ട വെച്ചിട്ടുള്ളത് ഞാൻ 2 വർഷം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഏതോ നോമ്പിൻ്റെ എങ്ങാനും ടൈമാണ്. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഒരുപാട് പേര് അതുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിന്. കുറേ ആൾക്കാരിലേക്ക് എത്തിയൊരു വീഡിയോ ആണ്. പക്ഷേ മുട്ട വെച്ചിട്ടും മുട്ട ഇല്ലാണ്ടും ചെയ്തെടുക്കുക. പക്ഷേ മുട്ട ഇല്ലാണ്ട് ചെയ്തെടുക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് എന്താ പറയുക, അതിൽ ടേസ്റ്റൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ചിലർക്ക് മുട്ട അലർജിയാണെന്നെല്ലാം പറയലുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഇത് ഞാനിത് ഓരോരോ ബൗളിലേക്ക് കുഞ്ഞു കുഞ്ഞു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ട്രേ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ.
ഞാനിപ്പോൾ ഇതുപോലെയാണ് സെർവ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ ഒരു അരമണിക്കൂർ ഒരു 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ. ഞാനിൽ എപ്പോഴും ഫ്രീസറിലാണ് വെക്കൽ. കുറേ സമയം 6 മണിക്കൂർ 5 മണിക്കൂറൊന്നും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ നിൽക്കില്ല. പുഡിങ്ങെല്ലാം പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി ഞാൻ സെറ്റാക്കി എടുക്കലാണ്. പിന്നെ എൻ്റെ കിച്ചൺ ടൂർ വീഡിയോ ചെയ്തു തരും. കൂടുതൽ എനിക്ക് മെസ്സേജ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ണൂർ മാത്രമാണോ വർക്ക് ചെയ്യുന്നത്, എന്താ പറയുക എല്ലായിടത്തും എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. എല്ലായിടത്തും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം എറണാകുളം ഫ്ലാറ്റിലും എല്ലായിടത്തും നമ്മൾ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇല്ലേ, എന്തായാലും ധൈര്യത്തിൽ കോൺടാക്ട് ചെയ്തോ. ഞാൻ താഴെ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോട്ടാ. ഈ വീഡിയോൻ്റെ അല്ല, എൻ്റെ കിച്ചൺ ടൂർ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്തോ. പിന്നെ ഏത് സ്റ്റേജിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ആ റൂമിനെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. നിങ്ങൾ വീട് എടുക്കാൻ തുടങ്ങിയ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ അവരെ കോൺടാക്ട് ചെയ്തോ. A to Z കാര്യങ്ങൾ അവർ ചെയ്തു തരും കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം എല്ലാം കഴിഞ്ഞ് കിച്ചൺ വർക്ക് മാത്രമൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ വർക്ക് മാത്രം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ വീട് വെക്കുന്ന സമയത്തിൽ ഇങ്ങനെ പ്ലാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ വീട്ടിൽ ഗ്ലാസ് വേണം, കോട്ടയാട് വേണം, അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ വീടായിരിക്കണം, ആലൻഡ് ഉണ്ടാവണം, അങ്ങനെയുള്ള ഒരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്താ പറയുക, ഇവിടെ കൊടുക്കണം വർക്ക് അങ്ങനെയൊന്നും ഐഡിയ ഉണ്ടായിട്ടില്ല. അന്നേരം ഒന്നും നമ്മൾ റൂമെന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിനെ പറ്റിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ ഒരു സ്ഥാപനം കൊണ്ടുവരാം, എന്നാൽ എല്ലാവർക്കും യൂസ് ആവുമല്ലോ, ഒരു പുറമേലെ കിച്ചണും കാര്യങ്ങളെല്ലാം ചെയ്യാം, എന്താ പറയുക, എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് കേട്ടോ എയർ റൂം എന്ന സ്ഥാപനത്തിൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റും. മാഷാല്ലാ ഇത്രയും വർഷമായി എൻ്റെ വീട്ടിലെ കിച്ചണും ഓരോ കാര്യങ്ങളും വീട്ടിലത്തെ മൊത്തം ഇൻറ്റീരിയർ വർക്ക് അവിടെ നിന്ന് തന്നെയാണ് ചെയ്തത്. മാഷാല്ലാ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതുപോലെ തന്നെ പുതിയ കിച്ചൺ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി, ഇത് യൂസ് ചെയ്യാൻ തോന്നോ, യൂസ് ചെയ്യോ, വെറുതെ വെക്കലിരിക്കും എന്നല്ലോ. ഇല്ല കേട്ടോ, എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം ഞാനത് യൂസ് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം ഇൻഷാ അല്ലാ. ഇനിയിപ്പില്ലേ, ഞാൻ പുഡിങ്ങെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടില്ലേ, എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ അച്ചാറെല്ലാം തിന്നാനുള്ള ക്രേവിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവേ. അപ്പം ഇല്ലേ, ഉമ്മച്ചീസ്ന്ന് എനിക്ക് കുറച്ച് അച്ചാർ കൊടുത്തയച്ചിട്ടുണ്ടായിന്. അപ്പം കക്കിരിയും കൂട്ടിയിട്ട് അത് തിന്നാന്ന് വിചാരിച്ചിട്ട് ഇടയിലൊരു റെസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇത് നിങ്ങൾക്ക് ഓപ്പണാക്കി കാണിച്ചു തരാം കേട്ടോ. ഞാനിതുവരെ ഉമ്മച്ചീസിൻ്റെ അച്ചാർ കഴിച്ചിട്ടില്ല. കുറേ ആൾക്കാർ പറയുന്ന ഇട്ടിട്ടുണ്ടായിന്. അപ്പം ഇത് പപ്പായ അച്ചാറാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, അടിപൊളി സ്മെല്ലാണ് ഇത് ഓപ്പണാക്കുമ്പം തന്നെ. ഞാനിത് കഴിച്ചിട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഉമ്മച്ചീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ അല്ലേ ഇവരുടെ പിക്കിൾസും കാര്യങ്ങളും. 13+ വെറൈറ്റി ഓഫ് പിക്കിൾസ് ഉണ്ട് കേട്ടോ ഇവരുടെ കയ്യിൽ. അപ്പോൾ ഇല്ലേ, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. അടിപൊളിയാണ് കേട്ടോ. ഞാനിതിപ്പം കഴിച്ച ശേഷമാണ് നിങ്ങളോട് പറയുന്നത്. ഇനിയിപ്പം ഇതിൽ നാരങ്ങയും ഈത്തപ്പായും മിക്സ് ആയിട്ടുള്ള അച്ചാർ, ഇതും അടിപൊളിയാണ് കേട്ടോ. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് പുളിയിഞ്ചി അച്ചാർ. ഇപ്പോൾ ചോറിൻ്റെ കൂടെ എല്ലാം ഒരു കറികളും ഇല്ലയെന്നുണ്ടെങ്കിലും ഇത് ഈ ഒരു അച്ചാർ മതി കേട്ടോ. അത്രയും ഫ്ലേവർ ഉണ്ട് ഈ ഒരു അച്ചാറിന്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കക്കിരി, മാങ്ങ, അതുപോലെ തന്നെ പേരക്ക, ക്യാരറ്റ് അതെല്ലാം മുറിച്ചിട്ടിട്ട് അച്ചാറും കൂട്ടിയിട്ട് തോന്നുന്നൊരു ശീലം എനിക്കും എൻ്റെ മക്കൾക്കുണ്ട്. ഇടയ്ക്കെല്ലാം എന്തെങ്കിലും TV കാണുമ്പോഴെല്ലാം ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ തിന്നാ. എൻ്റെ ഉമ്മ അറിയലുണ്ട്, എന്താ പറയുക, ചോറ് തിന്നുന്ന പോലെ എൻ്റെ മോള് അച്ചാർ തിന്നല്ലേ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ. അപ്പോൾ എൻ്റെ അച്ചാർ പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. ഇതെല്ലാം 4 കുപ്പി നിങ്ങൾ കാണുന്നത് 2 ദിവസം കൊണ്ട് തന്നെ തീരും. കാര്യം നമ്മൾ എല്ലാവരും തന്നെ എനിക്കായാലും മക്കളായാലും ഈ TV എല്ലാം കാണുന്ന സമയം ഇങ്ങനെ കുറേ കക്കിരിയും കാര്യങ്ങളെല്ലാം മുറിച്ചിട്ടിടും. എന്നിട്ടിങ്ങനെ അച്ചാർ എടുത്തിട്ട് മുക്കിയിട്ട് തിന്നലാന്ന്. ഈ കണ്ണിമങ്ങ അച്ചാറാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ. എന്തൊരു ടേസ്റ്റ് എന്നറിയോ, എല്ലാം അടിപൊളി തന്നെയാണ്. പക്ഷേ ഒരാൾക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടാവില്ല. എനിക്ക് ഈ ഒരു കണ്ണിമങ്ങ അച്ചാർ ഇഷ്ടമായി. അതുപോലെ തന്നെ ഈ നാരങ്ങ വെച്ചിട്ടുള്ള ഈത്തപ്പായ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മധുരവും പുളിപ്പല്ലുള്ള ഈ ഒരു അച്ചാറും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കൊതിയാകുന്ന അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ നാട്ടിലുള്ള സൂപ്പർ മാർക്കറ്റിലെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ കേട്ടോ. ഞാനിപ്പില്ലേ ഉള്ളി വഴറ്റാനിട്ട് കൊടുത്തിട്ടില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ചിക്കനാണ് കേട്ടോ. ഇത് നേരത്തെ വേവിച്ചിട്ടില്ല ചിക്കന്, അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്.
പകുതി വേറെ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഫ്രൈ ആക്കാണ്ട് ഇങ്ങനെ ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുപോലെ തന്നെ ചെമ്മീനും ഫ്രൈ ആക്കിയിട്ടും ചെയ്യാം. ഇതുപോലെ തന്നെ ചെമ്മീൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് കുക്കായിട്ട് വരും. ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയും ചെയ്തെടുക്കുക. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യട്ടെ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് കേട്ടോ. ഈ ഇലയിൽ വെച്ചിട്ടുണ്ടാക്കുന്ന പത്തിരിപ്പൊടിയെല്ലാം വെച്ചിട്ടുണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടവും. എന്നിട്ടിതാ എന്താ പറയുക, മല്ലിയിലും കൂടി ഞാൻ കുറച്ച് കുത്തിയരിഞ്ഞ മല്ലിയിലും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നമ്മുടെ ഫില്ലിങ് റെഡിയായി കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ ഫില്ലിംഗ് ആണ്. ഇതിൽ ചിക്കൻ നിങ്ങൾക്ക് കൂട്ടിയെടുക്കുക, കുറച്ചെടുക്കുക. ചിക്കൻ കൂട്ടിയെടുത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ മുട്ട വെച്ചിട്ടുള്ളൊരു സ്നാക്ക് റെഡി ആക്കാൻ വേണ്ടിയിട്ട് മുട്ട വേവിച്ചെടുക്കലാണ്. എന്നോട് അധികം ഇങ്ങനെ മുട്ട വെക്കുമ്പില്ലേ ചോദിക്കലുണ്ട്, മുട്ട കഴുകലില്ലേന്ന്. മുട്ട കഴുകലുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലെല്ലാം കാണിക്കൂലോ. മുട്ട കഴുകിയിട്ടാണ് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ പിന്നെന്താ, അപ്പോൾ ഇതാ മുട്ടയും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടിതാ നമ്മുടെ ഉണ്ട റെഡിയാക്കി എടുക്കലാണ്. നമ്മൾ എപ്പോഴും ചെമ്മീനെ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെമ്മീൻ ഉണ്ടാകുന്നതെന്ന് പറയൽ. ഇതിപ്പം ചിക്കൻ്റെ ഉണ്ട. ചെമ്മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചിക്കനെ കൊണ്ട് ഉണ്ടാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബീഫ് ഇതുപോലെ വേവിക്കുക. കുക്കറിലെല്ലാം ഒരു 7-6 വിസിൽ വരെ വേവിച്ചിട്ട് ഇതുപോലെ പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. ചെമ്മീനാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് മസാലയിൽ ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ട്. ആ ഒരു റിയൽ ഒരു ചെമ്മീൻ്റെ എല്ലാം ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാണ്ട് മസാലയിൽ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വഴറ്റിയിട്ട് ഒന്ന് അടച്ച് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചെമ്മീൻ കുക്കായിട്ട് വരും കേട്ടോ. ഇൻഷാ അല്ലാഹ് അത് ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെ കല്ലുമ്മക്കായ വെച്ചിട്ട്, പിന്നെ ഇളമ്പക്ക, നിങ്ങളെന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇളമ്പക്കാന്ന് അറിയോ, കക്കയെ അങ്ങനെ എന്തോ പറയലുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അറിയുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് വെച്ചിട്ട് ചെയ്യുക. പിന്നെ മീൻ ഫ്രൈ ആക്കിയിട്ട് ചെയ്യുക. വലിയ വലിയ മീൻ തന്നെ വേണമെന്നില്ല. അയല വെച്ചിട്ട് അയല ഫ്രൈ ആക്കിയിട്ട് ചെയ്യുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് മീനുണ്ടാകുന്നെല്ലാം പറയും നമ്മൾ അതിന്. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ ഇതുപോലെ ബോൾസാക്കി എടുക്കലാണ്. നമ്മൾ നേരത്തെ അരിപ്പൊടി കുഴച്ച് വെച്ചിട്ടില്ലേ, ഇതിപ്പില്ലേ അരിപ്പൊടി സാധാ അരിപ്പൊടി കുഴച്ചിട്ടും ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അരി അരച്ചിട്ടും ചെയ്യുക. പക്ഷേ ഇല്ലേ ഇങ്ങനെ അരി അരച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനില്ലേ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ ചുട്ടെടുക്കലാണ്, എന്താ പറയുക ആക്കിയെടുക്കലാണ്. അപ്പോൾ ഇതെല്ലാം കുറച്ച് ഇരുന്നിട്ട് തന്നെ ചെയ്യേണ്ട പണിയാണ്. നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഇരുന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇരുന്നിട്ട് തന്നെ ചെയ്യട്ടെ. കൂടുതൽ സമയം നിന്നിട്ട് ജോലി ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ടുവേദനയുടെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ, വെളുത്തുള്ളി ഉള്ളി തൊലിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇരുന്നിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാ ഓരോന്നും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കലാണ്. ഫില്ലിങ് കുറച്ച് അധികം ഇട്ട് കൊടുത്തതിനാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു അരിപ്പൊടിയില്ലേ കുറച്ച് നേരിയ രീതിയിൽ തന്നെ പരത്താൻ ശ്രമിക്കുക. ഇത് ഈ ഷേപ്പിലും മാത്രമല്ല കേട്ടോ, ഇലയടൻ്റെ ഷേപ്പിലെല്ലാം നമ്മൾ ചെയ്തെടുക്കലുണ്ട്. നമ്മൾ ആദ്യമല്ലേ കണ്ണൂർ പുതിയാപ്ല സ്പെഷ്യലായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അധികം സ്നാക്കായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റമാണ് ഈ ഒരു ചെമ്മീൻ ഉണ്ടാകാന്നുണ്ടെങ്കിൽ ചെമ്മീൻ പത്തിരി എന്നെല്ലാം പറയും. ഇനിയിപ്പോൾ ഇതാ മുട്ട ആ ഒരു സമയം കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം മുട്ട തൊലിച്ചെടുക്കലാണ്. എനിക്കില്ലേ ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്നാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു മുട്ട വെച്ചിട്ടുള്ള ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്കാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടില്ലേ ജസ്റ്റ് വരും അവർ വിളിച്ചു പറയുന്ന അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്നാക്കിൻ്റെ കൂട്ടത്തിൽ ഒന്നാണ് കേട്ടോ. ഇത് എന്നോട് അധികം പറയും ഇത് ഉണ്ടാക്കി തരുമോ, റെസിപ്പി പറഞ്ഞു തരുമോ എന്നല്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് ഉണ്ടാക്കുന്നതാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഇത് മയോണീസും കാര്യങ്ങളെല്ലാം ചേരുന്നതുകൊണ്ട് തന്നെ മുട്ടയും മയോണീസും മുട്ട ബ്രെഡ് ക്രംസും കാര്യങ്ങളെല്ലാം ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികമില്ലേ ഈ കട്ട്ലറ്റ് അല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലറ്റ് പിന്നെയും ഇഷ്ടമാണ്. ഈ ബ്രെഡിൻ്റെ ഐറ്റംസ് ഇങ്ങനെ എണ്ണയിൽ മുക്കി പൊരിക്കുന്ന ഐറ്റംസിനോട് ഇഷ്ടം കുറവാണ്. എന്നാൽ എനിക്കിങ്ങനെ സ്റ്റീം ചെയ്തിട്ട് ഈ ഉണ്ടപ്പുട്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ ചെമ്മീനുണ്ട അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. സ്നാക്കിൻ്റെ കൂട്ടത്തിൽ കല്ലുമ്മക്കായ പിന്നെന്താ അങ്ങനത്തെ എല്ലാം ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഓരോരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കില്ലേ. എന്നാൽ തന്നെ മൂത്താക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ട്ലറ്റ്. പിന്നെ കായടയിൽ ഉന്നക്കായ് എനിക്കിഷ്ടം കുറവാണ്, എൻ്റെ കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓരോരോ ആൾക്കും ഓരോന്നായിരിക്കുമല്ലോ ഇഷ്ടം ഉണ്ടാവുക. അപ്പം ആൾക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും, എന്നാൽ ഈ ഒരു ഐറ്റം ഭയങ്കരമായിട്ട് കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നുന്നവരുണ്ടാവും.
നമ്മുടെ കണ്ണൂർ ഭാഗത്ത് എല്ലാ എന്താ പറയുക ചായക്കടയിലും ഈ ഒരു ഐറ്റം മസ്റ്റായിട്ട് ഉണ്ടാകലുണ്ട്. ഞാൻ എടുക്കലില്ല, എടുക്കുന്നവർ കാണലുണ്ട് അങ്ങനെ. അപ്പോൾ ഇതാ ഞാനില്ലേ മുട്ട വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുട്ടൻ്റെ മഞ്ഞക്കരു ഉണ്ടാവില്ലേ, എഗ് യോക്ക്, അത് മാറ്റിയെടുക്കലാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. പിന്നില്ലേ ഞാൻ ഇൻസ്റ്റയിൽ ഗിവ് അവേ ചെയ്യുമ്പോൾ എന്നോട് പറയലുണ്ട്, യൂട്യൂബിൽ ഗിവ് അവേ ചെയ്യൂ ഇത്താന്ന് പറയലുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളിൽ 2-3 ദിവസം കഴിഞ്ഞാൽ ഓക്കെ പൊട്ട് സാരില്ല, എന്താ പറയുക, അടുത്ത വീഡിയോ ഉണ്ടാവില്ലേ, അടുത്ത വീഡിയോയിൽ നമ്മൾ ഗിവ് അവേൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഗിവ് അവേൻ്റെ ഡീറ്റെയിൽസ് പറയാം. അടുത്ത വീഡിയോ മുതൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നമ്മൾ 5,000 rupees ആയിരിക്കും കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. നാളെയോ നാളെയല്ല, 2 ദിവസം കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യും. ആ ഒരു വീഡിയോക്കും നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻസ് എല്ലാം കമൻറ്റ് ചെയ്യുക. കമൻറ്റ്സ് വഴിയായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് എത്ര കമൻറ്റ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ 5 ഫ്രണ്ട്സിനെങ്കിലും വീഡിയോ ഷെയർ ആക്കുക. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുക. അപ്പോൾ വിന്നറിന് 5,000 rupees ആയിരിക്കും നമ്മൾ കൊടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഒന്ന് എൻ്റെ ഇൻസ്റ്റ ഫോളോ ആക്കുക. ഇൻസ്റ്റാ പേജും അതുപോലെ തന്നെ 5 ഫ്രണ്ട്സിന് ഷെയർ ആക്കുക. ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇല്ലാത്തവർക്കും പങ്കെടുക്കുക കേട്ടോ. അപ്പം കുറേ നാളായി എന്നോട് ചോദിക്കുന്നു യൂട്യൂബിൽ ഗിവ് അവേ വെക്കുവർഫോന്ന്. അപ്പം ഇതാണ് കേട്ടോ റൂൾസ്. ഈ വീഡിയോൻ്റെയും ഞാൻ അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോൻ്റെയും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് മൊത്തത്തിൽ ടൈപ്പ് ചെയ്യുക. കമൻറ്റിൽ നിന്നായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുക. 5 ഫ്രണ്ട്സിനെങ്കിൽ വീഡിയോ ഷെയർ ആക്കുക. അത്ര തന്നെയാണ് കേട്ടോ റൂൾസ്. അതുപോലെ തന്നെയില്ലേ ഞാൻ എന്താ പറയുക, ആ മുട്ടയിൽ കുറച്ച് മൈദയിലും വെള്ളത്തിലും മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഉണ്ട റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ഉണ്ട റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം വേറൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കലാണ്. അതിനായിട്ടില്ലേ ഞാൻ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1-2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. ഒരു 1/4 കപ്പ് പാല്, 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലെക്സ്, അതുപോലെ തന്നെ ഒറിഗാനോ, കുരുമുളക് ക്രഷ് ചെയ്തത്, ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇപ്പം കാണിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണിത്. ആ മുട്ട വെച്ചിട്ടുള്ളത് പോലെയല്ല, ഇത് ഭയങ്കര ഒരു ഫ്ലേവറുള്ള ഒരു സ്നാക്കാണ്. ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മളെ കട്ട്ലറ്റെല്ലാം പോലെയാണ്, പക്ഷേ ഉള്ളിയും കാര്യങ്ങളൊന്നും വഴറ്റണ്ട. പിന്നില്ലേ ഇതിലേക്ക് ഞാനൊരു ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി ഫ്ലെക്സ്, കുരുമുളക് ക്രഷ് ചെയ്തത്, ഒറിഗാനോ, ചിക്കൻ സ്റ്റോക്ക്, ഇത് 3 കേട്ടോ ഇട്ട് കൊടുത്ത്. ഉപ്പിട്ട് കൊടുക്കണ്ട. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചത്, 2 ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഒരു 2-3 വിസിൽ വരെ വേവിച്ചിട്ട് ഉടച്ചെടുത്തതും, പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ ഇട്ടിട്ടില്ലേ, എന്താ പറയുക, നമ്മൾ ചിക്കന് നേരത്തെ പൊടിച്ച് വെച്ചില്ലേ, ആ ചിക്കനുമാണ് ഇട്ട് കൊടുക്കണ്ടേ. അതിന് മുമ്പായിട്ടില്ലേ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഒരു 2-3 വെളുത്തുള്ളി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. പെട്ടെന്ന് തിക്കായിട്ട് വരും, പാൽ വെച്ചുകൊണ്ട് തന്നെ, പാലും മൈദ ഇട്ടുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങും ചിക്കനുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത പച്ചമുളകും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് ഏത് സ്നാക്കിനും ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുക. ഭയങ്കര ടേസ്റ്റുള്ള, അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. ഉള്ളിയൊന്നും അധികം വഴറ്റണ്ട, പെട്ടെന്ന് കുക്കായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ മിക്സ് ആക്കി എടുക്കുക. നമ്മൾ കട്ട്ലറ്റിൻ്റെ ഒരു പരിവുണ്ടാവില്ലേ, നല്ല ടൈറ്റായിട്ട് വരുന്നത് വരെ മിക്സ് ആക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ ആയിട്ട് വരും കേട്ടോ. പിന്നില്ലേ നിങ്ങൾ ഗൾഫിലുള്ളവരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ ട്രെൻഡ്യോളിൽ ഒരുപാട് ഗിവ് അവേയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഷോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഞാൻ ഒരുക്കി തരും. അപ്പോൾ നിങ്ങൾ ഗൾഫിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ, ഞാൻ ഗൾഫിലാണെന്ന് പറഞ്ഞിട്ട് ഈ മാസവും അടുത്ത മാസവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഷോപ്പ് ചെയ്യാനുള്ള അവസരം ഞാൻ ഒരുക്കി തരും കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഗിവ് അവേയും കാര്യങ്ങളൊന്നുമല്ല, ഗൾഫിലുള്ളവർക്ക് ഫ്രീ ആയിട്ട് ഷോപ്പ് ചെയ്യാനുള്ള അവസരം ഒരുക്കി തരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഗിവ് അവേയിൽ പങ്കെടുക്കാണ്ടിരിക്കണ്ട. ഗിവ് അവേയിൽ ചിലപ്പം നിങ്ങളായിരിക്കും വിന്നർ ഉണ്ടാവുക. മാഷാ അല്ലാ ഇൻസ്റ്റയിൽ ഇപ്പം ഞാൻ ഡെയിലി ഗിവ് അവേയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്.
അതിലൊരുപാട് പേര് വിന്നേഴ്സ് ആവലുണ്ട്. വിന്നേഴ്സ് ആയവർ പറയലുണ്ട് ആദ്യമായിട്ടാണ് വിന്നറാവുന്നത്, മാഷാ അല്ലാ 5000 കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല എന്നല്ലോ. അപ്പോൾ ചിലപ്പം ഒന്നും പണിയൊന്നുമില്ലല്ലോ, ചിലപ്പം വിന്നർ നിങ്ങളയക്കാം. എന്തായാലും ഗിവ് അവേയിൽ പങ്കെടുക്കട്ടോ. ഇനിയിപ്പിതാ ഞാനില്ലേ ഈ എന്താ പറയുക, ഈ ചിക്കൻ്റെ ഫില്ലിങ്ങില്ലേ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ട് അതിനുള്ളിൽ പരത്തിയെടുത്തിട്ട് അതിനുള്ളിലെ മൊസറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത്. മൊസറല്ല ചീസ് ഇതുപോലെ കട്ടാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടില്ലേ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ബോൾസാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കുക. എന്നിട്ടില്ലേ നേരത്തെ മുട്ട മിക്സാക്കി ഒരു മൈദ വെള്ളം മിക്സിയില്ലേ അതിലേക്ക് മുക്കി കൊടുക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ മുട്ട ചെയ്തിട്ട് കുറച്ച് ബാക്കി ഉണ്ടായിട്ടുണ്ടായിന്, അതുകൊണ്ട് പിന്നെ അതിലേക്ക് മുക്കി കൊടുത്തതാണ്. അല്ലാണ്ട് തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ ചീസ് ഇട്ട് കൊടുക്കുന്നതല്ലേ, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്നാക്ക് ഉണ്ടാക്കലും കാര്യങ്ങളെല്ലാം. കുക്കിങ്ങൊക്കെ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നൊരു കലയാണ് കേട്ടോ. അത് ആസ്വദിച്ച് നമ്മൾ എത്രമാത്രം ആസ്വദിച്ച് ചെയ്യുന്നു അത്രമാത്രം നമുക്കതിൻ്റെ റിസൾട്ടും കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആർക്കും വേണ്ടിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഭയങ്കര സ്ട്രെസ്സായിട്ടും പണിയായിട്ടും തോന്നും. പക്ഷേ നമ്മളത് ഇഷ്ടത്തോടെ ചെയ്ത് നോക്കി അത് ഭയങ്കര ഇതായിട്ട് എന്താ പറയുക, അതൊരു എന്താ പറയുക ഒരു ഇഷ്ടം, നമുക്കതിനോടൊരു ഇഷ്ടം ഉണ്ടാവും കേട്ടോ. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു കുക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ലേ, ലേഡീസിൻ്റെ ഓരോരോ കാര്യങ്ങൾ പറയലില്ലേ. അപ്പം എന്നോട് 2 പേര് പറഞ്ഞിട്ടുണ്ടായിന് വാട്സപ്പിൽ, എന്താ പറയുക ഇനി പറയുമ്പം എന്താ പറയുക ഡിപ്രഷനെ കുറിച്ചിട്ട് പറയണം, ഒന്നും ചെയ്യാൻ തോന്നാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് പറയണമെന്നില്ല. ഞാൻ കുറേ പ്രാവശ്യം ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിന്. ഒന്നും ചെയ്യാൻ തോന്നാത്ത സമയങ്ങളിലെ ചില സമയം ഭയങ്കര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പണിയെല്ലാം എടുക്കും. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നൂല. ആ സമയം നമ്മൾ മൈൻഡിനും ബോഡിക്കെല്ലാം റെസ്റ്റ് കൊടുക്കൽ തന്നെയാണ് കേട്ടോ നല്ലത്. കാര്യം നമ്മൾ ഇങ്ങനെയും ഓടിക്കഴിഞ്ഞാൽ നമ്മളില്ലാണ്ടാവും. അപ്പോൾ ആ ഒരു റെസ്റ്റ് കൊടുക്കുക. നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ചില സമയമെല്ലാം വീഡിയോ ഇടാണ്ടിരിക്കലില്ലേ, അതങ്ങനെ ഞാനൊന്ന് റെസ്റ്റ് ആയിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിലേക്ക് വരാം. പിന്നില്ലേ ഞാൻ അതിനിടയിൽ ഈ ഒരു നട്ട്സ് വെച്ചിട്ടുള്ള ബോൾസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിക്ക് ഈ കടലയും ബദാമും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ബദാമിൻ്റെ ആവശ്യമില്ല, കടല വെച്ചിട്ട് മാത്രം ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എൻ്റെ കയ്യിൽ ബദാം ഉണ്ടായതുകൊണ്ട് ഞാൻ ബദാം ചേർക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പം ഈത്തപ്പഴം ഉണ്ട്, ഈത്തപ്പഴവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കറക്റ്റ് അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എടുക്കേണ്ടത് നട്ട്സാണ്. പിന്നെ കുറച്ച് ഇപ്പോൾ 1 കപ്പ് നട്ട്സ് എടുക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പോളം ഡേറ്റ്സ് ഈത്തപ്പഴം എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതാ ഈത്തപ്പഴം നല്ല ഇങ്ങനെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണെന്നുണ്ടെങ്കിലേ ഇതുപോലെ ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ കട്ടാക്കിയിട്ട് കുരു കളഞ്ഞിട്ട് എടുക്കുക കേട്ടോ. പിന്നില്ലേ ഈ ബോൾസ് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. നമുക്കിപ്പം കൊച്ചു കുട്ടികൾക്കെല്ലാം മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനായാലും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ ഇത്. പിന്നില്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നാത്ത സമയങ്ങൾ നമുക്കുണ്ടാവും. ആ സമയം നമ്മളെ ബോഡിക്കും മൈൻഡിനും എല്ലാം റെസ്റ്റ് കൊടുക്കൽ തന്നെയാണ് നല്ലത്. പിന്നെ എപ്പോഴും അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നാത്തതാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ പ്രശ്നമാണ്, അത് നമ്മളെ മടിയാണ്, അത് നമ്മൾ മാറ്റിയെടുക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ ഡിപ്രഷനാണ്, ടെൻഷനാണ്. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പം നമുക്ക് ഡിപ്രഷനും ടെൻഷനും എല്ലാം വരും. അതുകൊണ്ട് തന്നെയാണ് അധ്വാനിക്കാൻ പറഞ്ഞത്. അധ്വാനിക്കാത്ത മനസ്സ് പിശാചിൻ്റെ കൂടിയേരോന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ എവിടെയോ കേട്ട ഒരു കാര്യം എന്നിട്ട് ഇത് ശരി തന്നെയല്ലേ, അധ്വാനിക്കാത്ത മനസ്സ്, വെറുതെ ഇരിക്കുന്ന മനസ്സ്. അപ്പോൾ വെറുതെ ഇരിക്കാണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എനിക്കിപ്പം വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ കഴിയും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ഇടേണ്ടതോ ബിസിനസ് ചെയ്യേണ്ടോ ഒന്നും ആവശ്യമില്ല. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഇപ്പം എനിക്ക് ജീവിക്കാനുള്ളത് അത്യാവശ്യമുണ്ട്. പക്ഷേ ഞാനിത് ചെയ്യുന്നത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കണം അങ്ങനത്തെ ചിന്തയിലല്ല. ഇതെനിക്ക് കുറേ സന്തോഷം കൊണ്ടു തരുന്നുണ്ട്. കാര്യം എന്താ പറയുക, ഏർണിങ്സ് ഉണ്ട്, പക്ഷേ അതിലും ഉപരി ഇത് ചെയ്യുമ്പോഴുള്ള ഒരു റിസൾട്ട് കുറേ ആൾക്കാർ നമ്മൾ കാണുമ്പം പറയുന്ന റിസൾട്ട് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സമയം ഒരുപാട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് വെറുതെ ചിന്തിച്ചിരിക്കാൻ സമയമില്ല. യൂട്യൂബ് കഴിയുമ്പോൾ എനിക്ക് ബിസിനസ്സിൻ്റെ കാര്യം ചിന്തിക്കുക, അത് കഴിയുമ്പം വേറെയുള്ള കാര്യം, അങ്ങനെ അത് കഴിയുമ്പോൾ കുട്ടികൾ സ്കൂളിൽ ഇട്ടിട്ട് വരും. അങ്ങനെ എൻ്റെ ഒരു ഡേ മാഷാ അല്ലാ ഞാൻ ബിസിയാക്കി വെക്കാൻ ശ്രമിക്കലുണ്ട്. കാര്യം എനിക്കും വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലാണ്, ഡിപ്രഷൻ വരും, കാര്യങ്ങളെല്ലാം അതിലെ കൂടിയെല്ലാം കടന്നുപോയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ
എന്നെ ഒന്ന് ബിസിയാക്കി വെക്കുന്നത് കേട്ടോ. നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മുഴുക, അത്ര തന്നെ. പിന്നെ ഈ ഒരു ബോൾസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാനിതാ ബട്ടറിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഈത്തപ്പഴം ഒന്ന് കുക്കാക്കി എടുക്കുക. പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ ഈത്തപ്പഴം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നട്ട്സ് മാറ്റി വെച്ചിട്ടില്ലേ, അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എള്ളില്ലേ, വൈറ്റ് കളർ എള്ള് ഞാനൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഭയങ്കര ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ. മധുരം ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടും. പിന്നെ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണ്ട, അല്ലാണ്ട് തന്നെ ഈത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇനി ഇത് ചൂടോടെ തന്നെ ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പാക്കി എടുക്കുക. ഇപ്പോൾ ഷേപ്പറെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ ലവ് സ്റ്റാറിൻ്റെ എല്ലാം ഷേപ്പ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. പെട്ടെന്ന് ഗസ്റ്റ് എല്ലാം വന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നമുക്കില്ലേ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമ്മളില്ലേ എപ്പോഴും എനിക്കത് കഴിയൂല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉമ്മമാർ പറയും എൻ്റെ മക്കൾക്ക് അത് കഴിയൂല, ഇത് കഴിയൂല, അങ്ങനെയല്ല. പക്ഷെ എല്ലാം നമുക്ക് കഴിയും കേട്ടോ. നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയം ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനും പറ്റും. നമ്മൾ പറയുന്ന വെറുതെ നമ്മൾ ബ്രെയിൻ നമ്മളോട് പറയുന്ന ഒരു മെസ്സേജാണ് അത് കഴിയൂല, ഇത് കഴിയൂല എന്നെല്ലാം. ഒറ്റയ്ക്ക് കഴിയൂല. സത്യം പറഞ്ഞാൽ എൻ്റെ എല്ലാ ഫാമിലിയിലെ ഒരു പുതിയാപ്പിള വരുന്നതല്ലാന്നുണ്ടെങ്കിൽ പുതിയാപ്പിളൻ്റെ വീട്ടിലപ്പം ചുട്ടു കൊടുക്കണമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെല്ലാ പെണ്ണുങ്ങന്മാരും കിച്ചണിലായിരിക്കും. ഫാമിലിയിലെല്ലാ പെണ്ണുങ്ങന്മാരും അന്നത്തെ ദിവസം വീട്ടിലേക്ക് വരും. എന്നിട്ട് കിച്ചണിൽ എല്ലാവരും കൂടിയിട്ട് പണിയെടുക്കും. അത് കണ്ടോണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് പാത്രങ്ങളെല്ലാം കഴുകി ലാസ്റ്റ് ഒരുമിച്ച് എല്ലാവരും തളർന്നിട്ടുണ്ടാവേ. അത് കണ്ടിട്ട് വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പില്ലേ ഓരോരോ കാര്യങ്ങളും നമുക്ക് അധികം കിച്ചണോ വീടോ മൊത്തത്തിൽ അലങ്കോലാണ്ട് ഓരോ കാര്യങ്ങളും ചിട്ടയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ഒക്കെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ വീട് മൊത്തം അലങ്കോലായി, എന്താ പറയുക, കിച്ചണൊന്നും എടുക്കാനും വെക്കാനും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം ചെറുതിൽ കണ്ടു വളർന്നുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ മാനേജ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാഷാഅല്ലാഹ് ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ടായിന്. പിന്നിൽ ഞാനിൽ ആ ഉണ്ട വേവിച്ചെടുത്തിട്ടുണ്ടായിന്, സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടായിന്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കൂലേ. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡായിട്ട് പറയാണ്ട് തന്നെ ആ ഒരു ചിക്കൻ്റെ ബോൾസ് ആക്കി അതൊരു 20 മിനിറ്റ് ആവിത്തട്ടിൽ സ്റ്റീം ചെയ്തെടുത്ത് എന്നിട്ട് എന്താ പറയുക അതിൻ്റെ ചൂട് തണിനേരിൽ ഞാനിതുപോലെ മുളക്, ഉപ്പ്, മഞ്ഞൾ, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, നമ്മൾ സാധാ ചിക്കനും മീനെല്ലാം ഫ്രൈ ആക്കൂലേ ആ മസാല തന്നെയാണ് ചേർത്തിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കലാണ്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടില്ലേ ജസ്റ്റ് ഈ ഒരു മുളകിൻ്റെ ആ ഒരു പച്ചച്ചവ മാറുന്നത് വരെ ഫ്രൈ ആക്കി എടുത്താൽ മതി. നമ്മൾ കല്ലുമ്മക്കായെല്ലാം ഫ്രൈ ആക്കൂലേ അതുപോലെ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ സ്നാക്ക് എന്ന് തന്നെ പറയാം. ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇതിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും എല്ലാം ഉണ്ടാക്കാം. പിന്നെ ഈവനിങ് സ്നാക്കായിട്ടാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്നാക്കാണ് മുട്ടൻ്റെന്ന്. അതിൻ്റെ ഫില്ലിങ് ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മുട്ടൻ്റെ മഞ്ഞക്കരു ഞാൻ മാറ്റി വെച്ചിട്ടില്ലേ അതൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും മയോണൈസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ക്രീം പരുവത്തിലാക്കി എടുക്കണം. പിന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ അറിയാണ്ടല്ല ഞാൻ എപ്പോഴും പറയലില്ലേ കുരുമുളക് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ പൊടിക്കാന്ന്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ക്രീം പരുവത്തിൽ നല്ല വൃത്തിക്ക് ഡിസൈൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പൊടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറിഗാനോ, റെഡ് ചില്ലി ഫ്ലെക്സ് എല്ലാം ചേർത്ത് കൊടുക്കുക. അങ്ങനെ അപ്പോൾ ഇതാ ഒരു ക്രീം പരുവത്തിലായില്ലേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ചട്നി വേണം. തേങ്ങ, മല്ലിയില, പച്ചമുളക് അത് അരച്ചെടുത്തതാണ്. അപ്പം നമ്മൾ ആ ഒരു ചീസ് കട്ട്ലറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മുട്ടയില്ലേ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, വീഡിയോ ഷെയർ ആക്കിയെന്ന് വിചാരിക്കുന്നു. ഞാനിതെല്ലാം തിരക്കിൽ ഷൂട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ മിസ്സായി പോകും കേട്ടോ. മുട്ട പകുതിയാക്കി കട്ടാക്കിയിട്ട് ആ ഒരു മൈദയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു കളറായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ.
മുട്ടേൻ്റെ തന്നെ ഒരുപാട് ടൈപ്പിൽ സ്നാക്സ് ഉണ്ട്. നമുക്ക് ഈ മുട്ട ബജിയലില്ലേ അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ബ്രെഡ് ക്രംസും ചമ്മന്തിയും ആ ഒരു മയോണൈസും വന്നുകൊണ്ട് തന്നെ എനിക്കിഷ്ടം കുറവാണ് ഇത്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ മുട്ടയിലേക്കില്ലേ ഈ ചട്നി ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇത് തേങ്ങ, മല്ലിയില, പച്ചമുളക്. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇത് കാണാൻ നല്ല മൊഞ്ചാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്കില്ലേ നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം വെച്ച് കൊടുക്കാം. അപ്പം ഇത് കണ്ടില്ലേ, ഞാൻ കുരുമുളക് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ശരിക്കും വരൂല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പം പൊടിയായിട്ട് ചെയ്തെടുക്കുക. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും. പക്ഷേ എനിക്കെന്തോ ഇതിൻ്റെ ആ ഒരു മയോണൈസ് വരുന്നതുകൊണ്ടാണെന്ന് തോന്നും. ആ ചട്നിയും മയോണൈസും മുട്ടയും എല്ലാം ആകുമ്പം എന്തോ ഒരു ഫീലായിട്ട് എനിക്ക് തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് കഴിക്കൽ കുറവാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം. നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ നല്ല വശങ്ങളല്ലാണ്ട് അതിൻ്റെ മോശവശങ്ങളും പറയണമല്ലോ. അപ്പോൾ ഇത് ഞാനിത് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, ചിലർക്ക് അത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ പറയും ടേസ്റ്റ് ഇല്ലാന്ന്. അതുകൊണ്ടാണ് ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവില്ല. പിന്നെ ഇതെല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോ. ചെമ്മീൻ, മീൻ എന്ത് വെച്ചിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ ആക്കി നോക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ മസാല ഉണ്ടാക്കുക. ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കടല ഉണ്ടാവില്ലേ, ഗ്രീൻ പീസ് കടല, അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് അതും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ആക്കി എടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിക്കോ. ഓരോന്നിനും ഓരോ ഫ്ലേവർ ആയിരിക്കും. ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ്, പിന്നെ മീൻ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ചിക്കൻ വെച്ചിട്ട് ചെയ്യുമ്പോഴുള്ള ടേസ്റ്റ്. അപ്പോൾ ഇതാ എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും അവർ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ കൂട്ടുന്നത് കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാര്യം യാത്ര പറയാൻ വന്നവരല്ലേ. അപ്പോൾ അവരോട് കൂടെ കുറച്ച് സംസാരിച്ചു അങ്ങനെ. പിന്നെ അതിനിടയിൽ ആ പുഡിങ്ങെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിന്. ബദാമും എന്താ പറയുക കടല ഇല്ലേ അതും കൂടി ഞാനൊന്ന് പൊടിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ. പിന്നില്ലേ ആ ഒരു ഗിവ് അവേൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിലും. അപ്പം ബൈ.